ക്യാരറ്റ് ചേർത്തും ചേർക്കാതെയും ഈ പലഹാരം ഉണ്ടാക്കാം. എന്നാൽ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഗുണം മാത്രമല്ല, ഇതിൻ്റെ ടേസ്റ്റും ഇരട്ടിയായി വർദ്ധിക്കും. വളരെ സിമ്പിളും ടേസ്റ്റിയുമായ ഒരു സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ 5 ദിവസത്തോളം പുറത്ത് സൂക്ഷിക്കാം. കൂടുതൽ ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് കനം കുറഞ്ഞ സേമിയാണ് വേണ്ടത്. ആദ്യം ഇത് കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കുക. പൊടിച്ചത് ഏകദേശം 1.25 കപ്പോളം വരും. ഇനി പൊടിച്ചതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. കരിഞ്ഞു പോകാതെ നല്ലവണ്ണം റോസ്റ്റ് ആക്കണം. റോസ്റ്റ് ആയി കഴിയുമ്പോൾ സേമിയയ്ക്ക് നല്ല മണം വരും. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുക. എള്ള് ഈ ചൂടിൽ തന്നെ റോസ്റ്റ് ആയിക്കൊള്ളും. ഫ്ലെയിം ഓഫ് ആക്കിയാലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ആ സെയിം പാനിൽ തന്നെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇടുക. കൂടെ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ. തേങ്ങയും ക്യാരറ്റും കൂടെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. ഇത് കുറച്ച് ഡ്രൈ ആകണം. റോസ്റ്റ് ആയില്ലെങ്കിൽ ടേസ്റ്റ് കുറയും. ഇങ്ങനെ റോസ്റ്റ് ആയതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കുക. ഇനി ഇതൊരു സ്വീറ്റാണ്, അതുകൊണ്ട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നു. പഞ്ചസാര ഇട്ടതിന് ശേഷം അത് മെൽറ്റാകാൻ തുടങ്ങും. മെൽറ്റാകാൻ തുടങ്ങുമ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒത്തിരി ഒട്ടുന്ന പരുവം ആകരുത്. നന്നായി മെൽറ്റായാൽ മതി. പഞ്ചസാര ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായും ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന സേമിയ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. സേമിയ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രഷ് ചെയ്ത നിലക്കടല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പീനട്ട്സിന് പകരം വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും ഒക്കെ പൊടിച്ചും ചേർക്കാം. ഇനിയും ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള സൈസിലും ഷേപ്പിലും ആക്കിയെടുക്കാം. ഇവിടെ ഞാനെല്ലാം ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ വളരെ രുചികരവും ഗുണപ്രദവുമായ 4 മണി പലഹാരം തയ്യാറായി. ഇതിനു മുൻപ് ഞാൻ ക്യാരറ്റ് ഇടാതെ ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ലതാണ്. ക്യാരറ്റ് ഇട്ടും ഇടാതെയും ഉണ്ടാക്കാവുന്ന ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുൻപ് നിങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കിയത്? കമൻ്റ് ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ